നാഗാർജുനാണെങ്കിലും അവരുടെ സൂപ്പർ താരം ഇതൊക്കെ വിട്ടിട്ട് വളരെ സാധാരണക്കാരായിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രശ്മിക ആണെങ്കിലും സാധാരണ സിനിമയിൽ നമ്മൾ കാണുന്ന പോലെ ഒരുപാട് ഐറ്റം നമ്പേഴ്സോ അങ്ങനത്തെ ലാർജ് സ്കെയിൽ സീൻസൊന്നും അല്ല. നമ്മൾ തീർത്തും പ്രതീക്ഷിക്കാത്തൊരു കഥാപരിസരമാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരനായിട്ട് ധനുഷ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ഒരു ഹൈലൈറ്റും അത് തന്നെയാണ്. കുബേര സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നമ്മളെ ഉദ്യോഗസ്ഥ ലോബിയും നമ്മളെ പിച്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെയും ഈ പറയുന്ന നിങ്ങളെ എല്ലാവരെയും പിച്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിയും ബാധിക്കുന്നതുകൊണ്ട് ഈ പടം സെൻസർ ബോർഡിങ്ങുള്ള തടസ്സപ്പെടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കുക, പിച്ചക്കാരിൽ നിന്ന് തന്നെ ഒരു ദൈവത്തെ സൃഷ്ടിക്കുക. അദ്ദേഹമാണ് നമുക്ക് പിച്ചക്കാരൻ്റെ ഒരു ദൈവമായിട്ട് വരികയാണ്. കാരണം ഇവർ പിച്ചക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം അമ്പലങ്ങൾ, പള്ളികൾ, റോഡിലൊക്കെ തെരുവിലൊക്കെ തെണ്ടുന്ന ഒരു സമൂഹം തന്നെയുണ്ട്. കാരണം നാളെ നമ്മളും തെണ്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അറിയാലോ, ഇവിടുത്തെ വിലക്കയറ്റം അതുപോലത്തെ നമ്മുടെ നിത്യജീവിതം ഒക്കെ വളരെ ബുദ്ധിമുട്ടിൽ പോകുന്ന സമയത്ത് പിച്ചക്കാരിൽ നിന്നുള്ള ഒരു ദൈവത്തെ സൃഷ്ടിച്ച ധനുഷിന് ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. കാരണം മറ്റു ഡയറക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ സിനിമ ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിയെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത് വിജയിക്കേണ്ടത് നമ്മളെ പോലുള്ള ഭിക്ഷക്കാരായിട്ടുള്ള നമ്മുടെ ആവശ്യം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് സിനിമ കാണുക. അടിപൊളിയായി ചെറിയ ലാഗുണ്ട് കണ്ടിരിക്കാനുള്ളത്. ധനുഷിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ധനുഷിൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ധനുഷിനെ മേക്ക് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി പിച്ചക്കാരനൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളി ചെയ്തിരിക്കുന്ന വേ ഓഫ് ആക്ടിങ് എന്ന് പറയുന്നത് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ ഒരു ആക്ട് ചെയ്തായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ നാഗാർജുനയുടെ ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. രശ്മികയുടെ പെർഫോമൻസ് ഉണ്ട്. നായികയുടെ പുള്ളിനെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ ഒരു എന്താ പറയുക സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹീറോയിനായിട്ടല്ല ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ആക്ടിങ് പെർഫോമൻസ് പുള്ളിക്കാരി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം മ്യൂസിക് ടോട്ടലി പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് 3 hour എന്നുള്ളൊരു ഇത് മാത്രമേ തോന്നുള്ളൂ. പക്ഷെ പടം കൊള്ളാം. ഒരു വലിയ പ്രോജക്റ്റ് ആകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അഭിനയിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു 1.5-2 വർഷം കൊണ്ടാണ് പടം ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്നെപ്പോലൊരു ആക്ടറിന് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലൊരു പടത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിൽ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ധനുഷിൻ്റെ കൂടെയും നാഗാർജുനയുടെ കൂടെയും ഒക്കെ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ ശേഖർ കമ്മൂലയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിൻ്റെ വലിയ ഡയറക്ടറാണ്. ഭയങ്കര രസമുള്ളൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. റൈറ്റ് ഫ്രം ദ ഓഡിഷൻ തൊട്ട് അവർ ഭയങ്കര നമ്മളുമായിട്ട് കൈകാര്യം ചെയ്ത രീതിയെല്ലാം ഭയങ്കര നൈസായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഈ പടത്തിൽ. അപ്പോൾ അത് പടം കണ്ടപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ആ റിസൾട്ട് കാണുന്നതിൽ ബ്രോ വലിയ സന്തോഷം ഇങ്ങനൊരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. അപ്പോൾ അതും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റോന്ത് റിലീസായിരുന്നു. അപ്പോൾ റോന്തിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് കുബേര. അപ്പോൾ ബാക്ക് ടു ബാക്ക് പടങ്ങൾ ഇങ്ങനെ വരുന്നതും അല്ല ഇതുപോലൊരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം.